ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കല്യാണിയും കാർത്തികയും കൂടി സംസാരിക്കുകയാണ്. കാർത്തിക പറയുന്നുണ്ട്, ഒരിക്കലും ഇനി ഈ കല്യാണം നടക്കരുത്. കാരണം ദിലീപേട്ടന്റെ അച്ഛൻ മരിച്ചതും നിന്റെ അമ്മ മരിച്ചതും ഒക്കെ കാരണം ഞങ്ങളാണ്. നിന്റെ അമ്മ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വന്ന സമയത്തിൽ നിന്റെ അമ്മയുടെ മരണം സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ചേച്ചി, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവൻ ഒരിക്കലും രക്ഷപ്പെടരുത്, അവൻ ജയിക്കരുത്, അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം നടക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ കല്യാണി പറയുകയാണ്. അങ്ങനെ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പറയാണ്, അച്ഛൻ എന്തായാലും ആശുപത്രിയിലാണ്, എന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കില്ലേ വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇവളെ സ്റ്റെഫിയെയാണ്. സ്റ്റെഫി ജയിലിൽ അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ കാമുകനെ സ്വപ്നം ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ ജയിൽ പുള്ളി ആ പെണ്ണ് ചോദിക്കുന്നുണ്ട്, എന്താ കുറച്ചു നേരമായല്ലോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സമയത്ത്, എന്താ ഞാൻ ആലോചിക്കുന്നതിൻ്റെ പകുതി നിനക്ക് വേണോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ എനിക്ക് വേണ്ട, കുറച്ചു നേരമായി ആലോചിക്കുന്ന കാമുകനെ ആയിരിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ സ്റ്റെഫി പറയുന്നുണ്ട്, എനിക്ക് പിന്നെ അവനെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് ആലോചിക്കാനാണ് ഉള്ളത് എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ ആ പെണ്ണ് പറയുകയാണ്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സംശയമാണ്, നീ എന്നെ തല്ലരുത് എന്ന് പറയുന്നുണ്ട്. അത് ശരി, അപ്പൊ എന്റെ തല്ലിന് നിനക്ക് പേടിയുണ്ടല്ലേ എന്നിങ്ങനെ സ്റ്റെഫി മറുപടി പറയുകയാണ്. അപ്പൊ ആ പെണ്ണ് പറയുന്നുണ്ട്, അതെ, ഈ പറയുന്ന ഗംഗപ്രസാദ് എന്ന് പറയുന്ന നിന്റെ കാമുകനെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ, ആസ്തിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ പെങ്ങളോടും അമ്മയോടും നല്ല അനുകമ്പയോടു കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ സ്വത്തിൻ്റെ പകുതി ഈ പറയുന്ന നിന്റെ കാമുകന് കിട്ടുമായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഒറ്റയടിക്ക് എല്ലാം കൂടി വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റെഫി പറയാണ്, അവൻ അങ്ങനെയാണ്, ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ അത് നേടിയെടുക്കാൻ നോക്കും, അവൻ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്, ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത്, നീ മിണ്ടാതെ അവിടെ നിനക്ക് ഉറങ്ങാൻ നേരായില്ലേ എന്ന് ചോദിക്കുകയാണ് സ്റ്റെഫി. അപ്പോൾ ആ സമയത്ത് അത് ശരിയാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല ചെറുപ്പക്കാരൊക്കെ വിട്ടിട്ട് ഈ കുളിക്കാതെയും നനയ്ക്കാതെയും അതുപോലെ കഞ്ചാവും അടിച്ച് നടക്കുന്ന ആൺകുട്ടികളെയാണ് താല്പര്യം. എന്നിട്ട് അവരുമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുമായിട്ട് അവർ ഒന്നിക്കും, എന്നിട്ട് തുടർന്ന് ജീവിക്കോ ഇല്ല, അതുമില്ല, അവര് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ തല്ലിപ്പിരിഞ്ഞ് രണ്ട് വഴിക്കാവുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ മിണ്ടാതെ അവിടെ കിടക്കുന്നുണ്ടോ, എൻ്റെ ഗംഗ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുകയാണ്. നല്ലൊരു സ്വപ്നമായിരുന്നു എൻ്റെ ഗംഗയെക്കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, എൻ്റെ ഗംഗ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു, പക്ഷേ വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറയുകയാണ്, ഈശ്വര എത്രയും വേഗം അവൻ്റെ മരണവാർത്ത കേൾപ്പിക്കണേ എന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ഗംഗയുടെ പുറകെ ഓടുന്ന കിരണിനെയും വേലുവിനെയും അതുപോലെ നമ്മുടെ രതീഷിനെയും കാണിക്കുകയാണ്. അപ്പം ആ കാർ അവർ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് അവന് 3 പേര് ഇവൻ്റെ പുറകെയായിട്ട് ഓടുകയാണ്. ഇവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വഴിക്ക് എത്തുമ്പോൾ അവനെ കാണാനില്ല. അപ്പോൾ കിരൺ 3 പേരെയും 3 വഴിക്ക് വിടുകയാണ്. കിരണും ഒരു വഴിക്ക് അങ്ങ് പോവുകയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഗംഗയാണെങ്കിൽ കിതച്ച് ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വളവിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കിരണും കിതച്ചിങ്ങനെ കാൽമുട്ടിലിങ്ങനെ കൈ ഇങ്ങനെ കൊടുത്ത് കുമ്പിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഗംഗയാണെങ്കിൽ അറിയാത്ത പോലെ പതുക്കെ എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ പുറകെയായിട്ട് എടാ നിൽക്കടാ എന്നും പറഞ്ഞിട്ട് അവൻ്റെ പുറകെ കിരൺ ഓടി ചെല്ലുകയാണ്. അപ്പോൾ ഗംഗ ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവൻ കുറേ ദൂരം ഓടുകയാണ്. അതുപോലെ തന്നെ കിരണും കുറച്ച് ദൂരം ഓടിയതിന് ശേഷം അവനെ കയ്യിൽ കിട്ടുന്നുണ്ട്. അവൻ്റെ നെഞ്ച് നോക്കി 4 കൊടുക്കുകയും അതുപോലെ അവൻ്റെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് വലിച്ചൂരുകയും അത് ഗംഗ തന്നെയാണെന്ന് ഉറപ്പാക്കുകയും പിന്നെ അവനെ നല്ല ഇടിയിടിച്ച് ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചതച്ചിട്ടും കാര്യമില്ല, ഗംഗ അവിടെ നിന്നും വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ് തിരിച്ചടിച്ചിട്ട്. അങ്ങനെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അടുത്തൊരു പുഴയാണ് കാണുന്നത്. ആ പുഴയിലേക്ക് എടുത്ത് ഗംഗ ചാടുകയാണ്. പുറകെയായി കിരണും. അങ്ങനെ കിരണും ആ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ്.
ഈ പറയുന്ന ഗംഗയുടെ പുറകെ തന്നെ അവൻ നീന്തി തുടിക്കുന്നുണ്ട്. പക്ഷേ ഗംഗയ്ക്ക് മുങ്ങാൻ കുഴിയിടാൻ അറിയാം. അതുകൊണ്ട് തന്നെ മുങ്ങി അവൻ കുറേ താഴത്തുകൂടെ മുങ്ങി ഏതോ ഒരു സ്ഥലത്ത് അവൻ എത്തുകയാണ്. കിരണിന് മുങ്ങാൻ അറിയാത്തത് കൊണ്ട് തന്നെ അവനെ പിടിക്കാനും കഴിയുന്നില്ല. ഒരുപാട് ദൂരം ഗംഗ ഓടിയെത്തുന്നുണ്ട്. എന്നിട്ട് നീന്തി എത്തിയതിന് ശേഷം അവൻ ഒരു കരയ്ക്ക് അടുക്കുകയാണ്. കിരണാണെങ്കിൽ ഒരുപാട് നേരം അവിടെ ഇവിടേക്ക് നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രതീഷും അതുപോലെ വേലുവും കൂടി ഓടിയെത്തുകയാണ്. അവർ രണ്ടുപേരും മുഖാമുഖം ഓടിയെത്തി ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. അവനെ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അവനെ കിട്ടിയില്ല, ഇനിയിപ്പോൾ സാർ എന്ത് ചെയ്യാവോ, സാറിന് അവനെ കിട്ടിയാവോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വാ നോക്കാമെന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇവൻ വേല് പറയുന്നുണ്ട്, അവൻ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലും അടുത്തൊന്നും കിട്ടണ്ട, കുറച്ച് ദൂരെ ആയാലും മതി, പുറകിലൂടെ ചെന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നല്ല മരം ചെത്തുന്ന നല്ല കത്തിയാണ് എൻ്റെ കയ്യിലുള്ളത്, ആ കത്തി കൊണ്ട് അവൻ്റെ പുറം ഞാൻ തുളയ്ക്കും എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് കിരണാണെങ്കിൽ കുറേ ദൂരം നോക്കിയിട്ടും കാണാതെ വരുമ്പോൾ ആ വെള്ളത്തിൽ പൊന്തി നിന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുകയാണ് ദേഷ്യം കൊണ്ട്. അവൻ രക്ഷപ്പെട്ടായ ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ കരയ്ക്ക് കയറി വരികയാണ്. അതിനുശേഷം തൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് കിരൺ അങ്ങനെ ആ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് ഷർട്ടിൽ നിന്നും. അങ്ങനെ ആ സമയത്താണെങ്കിൽ അണിയര് പറയുന്ന രതീഷും വേലുവും കിരണിനെ കാണുന്നത്. ദേ കിരൺ സാറ് നിൽക്കുന്നു എന്ന് പറഞ്ഞ് വേഗം ചെല്ലുകയാണ്. എന്താണ് സാറേ, അവനെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഇപ്രാവശ്യം അവൻ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, അവനെ കിട്ടിയതായിരുന്നു. അവൻ ദേ ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പുഴയിലോട്ട്. ഞാൻ കുറേ ദൂരം അവൻ്റെ പുറകെ പോയതാണ്, പക്ഷെ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് ഞാനും നോക്കി, പക്ഷെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേല് പറയണം, സാറിന് മുങ്ങാൻകുഴി ഇടാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവൻ രക്ഷപ്പെട്ടത്. പക്ഷേ എനിക്കറിയാമായിരുന്നു, എനിക്ക് എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിനടിയിൽ കിടക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അത് ഞാൻ പരിശീലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 പേര് 3 വഴിക്ക് പോകണ്ടായിരുന്നു, ഒരു വഴിക്ക് പോയാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിൽ അവനെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അവൻ രക്ഷപ്പെടില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കിരണിനെ ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് വേലു അങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ അത് കേൾക്കുന്ന കിരൺ പറയുന്നുണ്ട്, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ല വേലു, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, എന്തായാലും നല്ല ഇടി അവന് കിട്ടിയിട്ടുണ്ട്, എന്ത് ഇടി കിട്ടിയിട്ട് എന്താ കാര്യം, നെഞ്ചും കൂടി കലങ്ങിയിട്ടും കാര്യമില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ അവനെ തല്ലിച്ചതച്ചതല്ലേ, എന്നിട്ട് ഇവനും ഇവൻ്റെ മാമനും കൂടിയിട്ടല്ലേ അവനെ രക്ഷപ്പെടുത്തിയത്, അവനെ ചികിത്സിച്ച് ഭേദമാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. എന്തായാലും വാ എന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അതേ സമയത്ത് വീണ്ടും നമ്മുടെ കല്യാണിയും അതുപോലെ അമലവും കൂടിയൊക്കെ സംസാരിക്കുകയാണ്. അവർ പോയിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവർ വരും, അവർക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവനെ പിടിക്കാൻ വേണ്ടി പോയതല്ലേ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ലക്ഷ്മി അമ്മ വരികയാണ്. ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ദിലീപ് പറഞ്ഞിരുന്നു കല്യാണം മുടങ്ങരുത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ അവർ പ്രകാശനെ കുറിച്ചും പറയുന്നുണ്ട്. അച്ഛൻ ആശുപത്രിയിലാണ്, അച്ഛന് അമ്പലത്തിൽ പോയിരിക്കുകയാണ്. എന്തായാലും അവിടെ അച്ഛനെയും കൂട്ടിയിട്ടാവും ഒരു പക്ഷേ കിരണേട്ടം വരിക എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ദിലീപിനെ വിളിച്ചിട്ട് നമ്മുടെ കിരൺ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ കയ്യിൽ കിട്ടിയതിന് രക്ഷപ്പെട്ടതുമായ കാര്യങ്ങൾ പറയാണ്. ദിലീപ് എന്തായാലും കാര്യങ്ങളൊക്കെ കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട്. നമുക്കും കൂടി അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് കൂട്ടുകാരന്മാർ പറയുമ്പോൾ, അതെങ്ങനെ, എൻ്റെ അച്ഛൻ മരിച്ച ഇത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, പിന്നെ എൻ്റെ അമ്മയ്ക്ക് അതൊരു ഷോക്കായി മാറും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ പറയുകയാണ്. എന്തായാലും ആശുപത്രിയിലോട്ട് പോകാമെന്ന് കിരണം അതുപോലെ രതീഷും വേലുവും കൂടി പറയുകയാണ്. അവനെ പിടികിട്ടിയെന്നും അവനെ മുക്കിക്കൊന്നു എന്നും നമുക്ക് പ്രകാശ് അച്ഛനോട് പറയാമെന്ന് കിരൺ പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ആശ്വാസമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് അവരങ്ങനെ ആശുപത്രിയിലോട്ട് പോകുന്നുണ്ട്. കിരണും രതീഷും അതുപോലെ വേലുവും. ആ ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.